ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു uxuimania. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെ വളരെ പെട്ടെന്ന് നമുക്കൊരു ബ്രാൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ലോഗോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ ഐഡിയാസുകൾ ഉണ്ടാക്കാം. അഥവാ ഒരു നോൺ ഡിസൈനർ ആയിട്ടുള്ളവർക്ക്, ഒരു ഡിസൈനർ അല്ലാത്ത വ്യക്തിക്കും എങ്ങനെ ഈസി ആയിട്ട് വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ലോഗോ വളരെ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കാം എന്ന് പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ല സൂപ്പർബായിട്ടുള്ള ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റാണ് brandmark.io എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റാണ് നമ്മളിന്നിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ മനസ്സിലാവും, വളരെ സിമ്പിൾ ആൻഡ് വളരെ ക്ലീൻ ആയിട്ടൊരു വെബ്സൈറ്റാണ്. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ, നല്ലൊരു ബ്രാൻഡിങ് കളേഴ്സ്, എങ്ങനെയാണ് ഒരു ബ്രാൻഡിങ് ജനറേറ്റ് ചെയ്യുന്നത് തുടങ്ങി ബ്രാൻഡിങ് ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ബ്രാൻഡിങ് ഡെവലപ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള ഒരു സൂപ്പർ വെബ്സൈറ്റാണ്. ബ്രാൻഡിങ്ങിൻ്റെ വളരെ പ്രധാനമായ ലോഗോ ആണ് ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കുള്ള പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലോഗോസ് വന്ന് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഐഡിയാസുകൾ കിട്ടാനുള്ള സ്കോപ്പ് ഉണ്ട്. അതല്ല, നിങ്ങളൊരു ഡിസൈനർ അല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു കമ്പനിയുടെ ഒരു ബ്രാൻഡിങ്ങിന് ആവശ്യമായിട്ടുള്ള ലോഗോ ഇവിടെ വന്ന് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, അതിനായി ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ക്രിയേറ്റ് മൈ ലോഗോ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു പോർട്ടലിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രാൻഡിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം, ഇവിടെ സ്ലോഗൻ എൻ്റർ ചെയ്ത് കൊടുക്കാം. അഥവാ നിങ്ങളുടെ ബിസിനസ്സിന് ഓൾറെഡി ഒരു നല്ലൊരു ബ്രാൻഡിങ് നെയിം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ജനറേറ്റ് വൺ എന്ന് പറയുന്ന ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പോർട്ടലിലേക്ക് റീഡയറക്റ്റ് ചെയ്യും. അവിടെ വന്ന് നിങ്ങളുടെ ബിസിനസ് എന്താണെങ്കിലും അതിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഗ്രാഫിക് ഡിസൈൻ എന്നുള്ളത് ആണെന്നുണ്ടെങ്കിൽ ഗ്രാഫിക് ഡിസൈൻ എൻ്റർ ചെയ്തിട്ട് ഞാനൊന്ന് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗ്രാഫിക് ഡിസൈനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ നെയിമുകൾ അവർ സജസ്റ്റ് ചെയ്യും. അതിനായിട്ട് അവർ ഷോർട്ട് നെയിംസ് വേണോ, മീഡിയം നെയിംസ് വേണോ എന്നൊക്കെയുള്ള ചോദിക്കും. ഇപ്പോൾ ഞാനൊരു മീഡിയം നെയിമാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ നെക്സ്റ്റ് അടിച്ചു കഴിഞ്ഞാൽ എന്ത് ടൈപ്പ് ഓഫ് വേണം എന്നുള്ള ചോദിക്കും, എന്ത് സ്റ്റൈൽ വേണമെന്ന് ചോദിക്കും. ഞാനിവിടെ വളരെ ബ്രാൻഡഡ് നെയിംസ് പോപ്പുലർ ആയിട്ടുള്ളത് സെലക്ട് ചെയ്തതിനു ശേഷം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്കായിട്ട് അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ നെയിംസുകൾ സജസ്റ്റ് ചെയ്ത് തരും കേട്ടോ. ഇപ്പോൾ ഞാൻ ഗ്രാഫിക് ഡിസൈൻ എൻ്റർ ചെയ്തുകൊണ്ട് ഇപ്പോൾ പല ആ ഒരു ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുറേ വേർഡ്സുകൾ വെച്ചിട്ടുള്ള ഒരു ഡിസൈൻ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള വേർഡ്സുകൾ ഒരു ലോഗോ സ്റ്റൈലിൽ അവർ താനെ അത് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടിയാണ് അത് അവർ ചെയ്യുന്നത് വെബ്സൈറ്റിൽ. ദെൻ നമ്മുടെ മുമ്പിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറേ നെയിമുകൾ ഡിഫറെൻറ്റ് ലോഗോ സ്റ്റൈലിലായിട്ട് ഉണ്ടാക്കി തരും. നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരെണ്ണം ഡയറക്റ്റ് എടുക്കാനാണ്, ഏതെങ്കിലും ഒരു പുതിയ ഒരെണ്ണം ഇഷ്ടപ്പെട്ടു എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്ത് ഇത് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് നെയിം ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് ബ്രാൻഡ് നെയിം എൻ്റർ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് ചുമ്മാ ഒരു പേര്, എൻ്റെ പേര് ഇവിടെ ഒന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്ലോഗൻ്റെ അടുത്ത് വന്നിട്ട് എക്സ്പ്ലോർ ആൻഡ് ഗ്രോ ടുഗദർ എന്നുള്ള ഒരു സ്ലോഗനും എൻ്റർ ചെയ്തു. ഓക്കെ, ദെൻ നിങ്ങൾ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കീവേഡ്സുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മളിപ്പോൾ UX UI ഡിസൈൻ കോമ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും കീവേഡ്സുകൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഗ്രാഫിക് ഡിസൈൻ കോമ ഇട്ട് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് കുറേ കീവേഡ്സുകൾ അത് തന്നെ സെറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും അത് ലോഗോസുകൾ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. ദെൻ അതിനുശേഷം നിങ്ങൾ വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു പേജിലേക്ക് പോകും. അവിടുന്ന് നിങ്ങൾക്ക് നല്ല ഒരു കളർ ഇവിടുന്ന് ചൂസ് ചെയ്തെടുക്കാം. കളർ സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളത് ഇവിടുന്ന് ഡിഫറെൻറ്റ് കളേഴ്സുകൾ കിടപ്പുണ്ട്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള ഏതെങ്കിലും ഒരു കളർ നിങ്ങൾക്ക് ഡയറക്റ്റ് ചൂസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒരു ഡാർക്ക് തീം എന്ന നിലയിൽ ഒരു ഡാർക്ക് ചൂസ് ചെയ്യുന്നു. ദെൻ നെക്സ്റ്റിലേക്ക് പോകുന്നു. നെക്സ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ജനറേറ്റിംഗ് ലോഗോസ് ആണ്. നമ്മൾ കൊടുത്ത കളർ, നമ്മൾ കൊടുത്ത കീവേഡ്സ്, നമ്മൾ കൊടുത്ത പേര്, ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ ഒരു ലോഗോസുകളുടെ കോൺസെപ്റ്റുകൾ ഇങ്ങനെ ഉണ്ടാക്കി തരും. നമ്മൾ കൊടുത്ത ജസ്റ്റ് ആ പേരിനെ ഉപയോഗിച്ചിട്ട് അതിന് മാച്ച് ആവുന്ന രീതിയിലുള്ള, അതിന് ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള അവർ സെൽഫായിട്ട് ഇത് AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി ഉണ്ടാക്കുന്ന ഒരു ലോഗോ ക്രിയേഷനാണ്. അപ്പോൾ നമുക്ക് മാച്ച് ആവുന്ന രീതിയിലുള്ള ഒരുപാട് ലോഗോസുകൾ അവരിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് തന്നുകൊണ്ടേയിരിക്കും. അതിൽ നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം നമ്മുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രീതിയിലുള്ളതുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് അവിടുന്ന് ചൂസ് ചെയ്യാം. ദെൻ അതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽ പേജിലേക്ക് പോകും. ആ ഒരു ഡീറ്റെയിൽ പേജിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേര് ഇപ്പോൾ ബ്രാൻഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മുടെ കാർഡിലും അല്ലെങ്കിൽ ഒരു ബാഗിലൊക്കെ എങ്ങനെയായിരിക്കും അത് ഷോ ചെയ്യുന്നത്, അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ നമ്മുടെ ഒരു മൊബൈൽ ആപ്ലിക്കേഷനിൽ വന്നാൽ എങ്ങനെ ഇരിക്കും, മൊബൈലിൽ എങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ള ഓട്ടോമാറ്റിക്കായിട്ട് വളരെ ക്വിക്കായിട്ട് അവർ നമുക്ക് കുറച്ച് മോക്കപ്സുകൾ അവിടെ തന്നെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ഒരുപാട് തരത്തിലുള്ള സ്റ്റൈലുകൾ അവർ കാണിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് വന്ന് എടുക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇത് നമ്മളിപ്പോൾ ജസ്റ്റ് ഒരെണ്ണം ചൂസ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റൈൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയായിട്ട് വന്ന് ഇത് സേവ് ചെയ്യാൻ പറ്റും, ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഈ എഡിറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇതിൻ്റെ ഫോൺ സ്റ്റൈല്, ഇതിൻ്റെ ഐക്കൺ സ്റ്റൈല്, ബാക്ക്ഗ്രൗണ്ട്, ലേഔട്ട് എല്ലാം ഇവിടുന്ന് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്ന് നമുക്ക്
ഇപ്പോൾ സ്ലോഗൻ മാറ്റണമെങ്കിൽ സ്ലോഗൻ വന്ന് ചേഞ്ച് ചെയ്തെടുക്കാം. അതല്ല ഐക്കൺ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഐക്കണിൽ വന്നിട്ട് ബ്രൗസ് ഐക്കൺസ് എന്ന് പറഞ്ഞ ഇവിടെ സെക്ഷൻ ഉണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ട ഐക്കൺസുകളുടെ കളക്ഷൻ അവർ തരും. ഇപ്പോൾ നമ്മളുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏതെങ്കിലും ഐക്കൺസ് ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഐക്കൺസ് ഇവിടെ ടോപ്പിലായിട്ട് പ്ലേസ് ചെയ്യും. അത് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാം. അങ്ങനെ നമുക്ക് ആവശ്യമായിട്ട് ഒരു ലോഗോ പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള രീതിയിലുള്ള കാര്യങ്ങൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്ത് നമുക്ക് കാണിച്ചു തരും. അവിടുന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മുടെ ഇഷ്ടമുള്ള ഓറിയൻറ്റേഷനിലൊക്കെ തന്നെ ഇവിടുന്ന് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് അവനെ മാറ്റിയതിന് ശേഷം നമുക്ക് ഇവിടെ വന്ന് ഇവിടെ പർച്ചേസ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ഈസിയാണ്. ഇതിൻ്റെ പ്രൈസിംഗ് ഒക്കെ എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി വളരെ ചീപ്പാണ്. അപ്പോൾ ഒരു ഡിസൈനർ അല്ലാത്ത ആൾക്കാർക്ക് ഇതുപോലെ ഈസി ആയിട്ട് നല്ല പ്രൊഫഷണലായിട്ട് തോന്നുന്നൊരു ലോഗോ പെട്ടെന്ന് ഇവിടുന്ന് ക്രിയേറ്റ് ചെയ്ത് വളരെ പെട്ടെന്ന് പർച്ചേസ് ചെയ്ത് പുറത്തു പോകാം. അതല്ല ഒരു ഡിസൈനർ എന്ന നിലയിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യുന്നില്ലെങ്കിൽ കൂടിയും ഇതുപോലെയുള്ള ആശയങ്ങൾ നമുക്ക് വന്ന് 1 by 1 ആയിട്ട് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നമുക്കൊരു ലോഗോ ചെയ്യേണ്ടുന്ന ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഇവിടുന്ന് നമുക്കിങ്ങനെ ഐഡിയ ക്രിയേറ്റ് ചെയ്തെടുക്കാം. അവർ ആ ഒരു ഐഡിയാസ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഐഡിയാസിൽ താഴോട്ട് അവർ കാണിച്ചു തരും. അതിന് ഏത് തരത്തിൽ എഴുതിയാൽ കൊള്ളാം, എന്ത് ഗ്രേഡിൻ്റെ അപ്ലൈ ചെയ്താൽ കൊള്ളാം, അല്ലെങ്കിൽ എന്തൊക്കെ സ്റ്റൈലിലുള്ള ആ ഒരു രീതിയിലേക്ക് അതിന് മാറ്റിയാൽ കൊള്ളാം എന്നുള്ള കുറേ ഐഡിയാസുകളും അവരിങ്ങനെ നമുക്ക് തന്നുകൊണ്ടേയിരിക്കും. ഇതിൽ ഇഷ്ടപ്പെടുന്ന ഒരു ഐഡിയ അല്ലെങ്കിൽ നല്ലൊരു കളർ ടോൺ നമുക്ക് വളരെ ക്വിക്കായിട്ട് എടുക്കാം. വളരെ ക്വിക്കായിട്ട് നമ്മുടെ ലോഗോയിൽ അത് അപ്ലൈ ചെയ്യാം. നമുക്ക് പെട്ടെന്ന് ക്ലയൻസിനെ കാണിച്ച് പെട്ടെന്ന് നമുക്ക് ഒരു വർക്കിന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ഈസി ആയിട്ടുള്ള നല്ലൊരു സൂപ്പർബ് ആയിട്ടുള്ള ഒരു പ്രൊഫഷണൽ വെബ്സൈറ്റാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഡിസൈനേഴ്സും ഇത് നോൺ ഡിസൈനേഴ്സും എല്ലാം തന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ ഡിസൈനേഴ്സ്, അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.